ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ അടുത്ത ആഴ്ചകളിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജീസ് നോക്കുക. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോസിറ്റീവ് കാര്യങ്ങളെ സ്വീകരിക്കുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും റെസൊനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന കുറച്ച് വീക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ പോകുന്ന വ്യക്തിയാണ്, റിലേഷൻഷിപ്പ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റീഡിങ്ങിലൂടെ അറിയാം. യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ്, എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു പ്രസൻറ്റ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. ഒരു കർമ്മ കംപ്ലീഷൻ എന്ന പോലെ ഒരു ചക്രത്തിൻ്റെ ഒരു അവസാനം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതിനർത്ഥം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ, സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ പോയിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റം. മറ്റു ചിലർക്ക് ഇത് ഒരു ലക്ക് എന്ന പോലെ ആയിരിക്കാം പ്രവർത്തിച്ചിട്ടുണ്ടാവുക ഒരു റിലേഷൻഷിപ്പ്. എന്തായാലും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ കർമ്മം എന്താണോ, നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ റിലേഷൻഷിപ്പിലൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളോടൊത്തുള്ളൊരു ലൈഫ് തന്നെയാണ്, ഒരു വൈകാരികമായൊരു പൂർണ്ണത എന്ന് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു നല്ല പോസിറ്റീവായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ലക്ക് എന്ന പോലെ എന്തോ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് നാൾ സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, ഈ ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെയാണ് ആ മാറ്റം വന്നിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ വൈകാരികമായിട്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അടുത്ത് തന്നെ ഒരു പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പുതിയ എനർജിയോട് കൂടിയിട്ട് മുന്നേറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആകാംക്ഷയോട് കൂടിയൊക്കെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് വരും ആഴ്ചകളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് വീണ്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ പേജ് ഓഫ് വൺസ് എന്ന കാർഡിലൂടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അഗൈൻ പേജ് ഓഫ് സ്വാർഡ്സ്. ഇതിലെല്ലാം ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വരും ആഴ്ചകളിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിൽ ചില റിസ്കുകളൊക്കെ എടുക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾ വരും ആഴ്ചകളിൽ എടുക്കുകയാണെങ്കിൽ ഒന്ന് തോട്ട്ഫുൾ ആയതിനു ശേഷം മാത്രം ആ ഒരു മൂമെൻറ്റിലേക്ക് കടക്കുക. കാരണം ഈ ഒരു എനർജി ഒരുപാട് മെച്യൂർഡ് അല്ലാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻ്റലക്ച്വൽ തലത്തിലും ചിലപ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി തോട്ട്ഫുൾ ആയതിനു ശേഷം മാത്രം ഓരോ റിസ്ക് എടുക്കാനായിട്ട് മുന്നോട്ട് പോകുക. അത് റിലേഷൻഷിപ്പ് ആയാലും ഇൻ്റലക്ച്വൽ വേയിലായാലും നിങ്ങളൊരു ആലോചനയുടെ പുറത്ത് മാത്രം ആ ഒരു തീരുമാനത്തിലേക്ക് പോകാനായിട്ട് നോക്കാം.
വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ മനസ്സിൽ പല കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ഇലൂഷൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവാം. ഒരു ക്ലാരിറ്റി കുറവ് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തോന്നാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണ് റിലേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഒരു ഗ്രൂമിങ് വന്നപ്പോൾ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്നുള്ളൊരു തോട്ടിലൊക്കെ നിങ്ങളുടെ മൈൻഡ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ വരും ആഴ്ചകളിൽ ഒരു ഫീൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ഡിസിഷനിലേക്ക് അങ്ങ് എത്തിപ്പെടാനുള്ളൊരു സ്ട്രഗിളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വരും ആഴ്ചയിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു ഹൈ എനർജി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കേണ്ട അവസ്ഥകളൊക്കെ വരാം. അപ്പോൾ എന്തായാലും റിലേഷൻഷിപ്പിൽ കുറച്ച് മൂമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടേതായൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ് വരും ആഴ്ച എന്നാണ് ഇവിടെ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ ഹൈ ആയിട്ടുള്ളൊരു എനർജിയിലാണ് പോകുന്നത്. ഹൈലി ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ പോകുന്നത്. പക്ഷേ ഇത് അത്രയും ആക്റ്റീവായൊരു എനർജി ആയതുകൊണ്ട് തന്നെ ഓരോ തീരുമാനങ്ങളും അത്രയും നമ്മൾ സ്പീഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ വേഗതയോട് കൂടിയിട്ട് ഫാസ്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരു തോട്ട്ഫുൾ ആയിട്ട് മാത്രം മൂമെൻറ്റിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് എന്ന് നോക്കാം. അഡ്വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൂടെ നിർത്തിക്കൊണ്ട്, അതായത് ആ ഒരു സറൗണ്ടിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു പോസിറ്റീവായിട്ടൊരു കാർഡാണ്. ഒരുപാട് അബണ്ടൻസ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നതാണ്. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടി ഈ വരുന്ന ആഴ്ചകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണം പല വ്യക്തികൾക്ക്. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ കൂടി വരും ആഴ്ചകളിൽ നിങ്ങൾക്കൊരു ലക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വർക്കാവുന്നതാണ്. പല കൺഫ്യൂഷൻസും പല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസും നിങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചും കൂടി തോട്ട്ഫുള്ളായിട്ട് മാത്രം ഒരു ആക്ഷനിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായാലും ഒരു അബണ്ടൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സമൃദ്ധിയാണ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും. അത് ഫിനാൻഷ്യലായാലും നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിലായാലും ഒരു നല്ലൊരു പോസിറ്റീവ് കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വരും ആഴ്ചകളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.